ഹായ് ഓൾ, വെൽക്കം ടു കൗൺസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന CS ലക്ഷ്മി എഴുതിയ ഒരു വോക്കാണ്. CS ലക്ഷ്മി അംബായി, AMBAI, അംബായി എന്ന് പറയുന്ന സ്റ്റുഡോനിമിലാണ് എഴുതിയിരുന്നത്. ഓക്കെയാണ്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു വോക്കിലൂടെ മനസ്സിലാവുന്നത് ഒരു പേട്രിയാർക്കിയുടെ ക്രിട്ടീക്കാണ് ഈ ഒരു വോക്ക് എന്ന് പറയുന്നത്. സ്ത്രീ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും പുരുഷന്മാർ അവരുടെ കൺവീനിയൻസ് അനുസരിച്ചും അതുപോലെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണല്ലേ. ജനിക്കുമ്പോൾ തൊട്ട് എല്ലാത്തിലും കണ്ടീഷൻസും അതുപോലെ ബൗണ്ടറീസും പുരുഷന്മാർ ഉണ്ടാക്കി വെച്ച ബൗണ്ടറീസിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ്. നമുക്കത് ഈ ഒരു വോക്കിൽ കാണാൻ പറ്റും. ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിന്റെ ഒരു പൊളിച്ചെടുത്തായിട്ട് നമുക്ക് ഈ ഒരു വോക്കിനെ പറയാം. ഓക്കെ, വോക്കിന്റെ പേര് എന്താണ്? എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് എന്നല്ലേ. അപ്പൊ കിച്ചൺ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കിച്ചൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് എന്താ? അമ്മയായിരിക്കും അല്ലേ, അല്ലെങ്കിൽ സ്ത്രീ ആയിരിക്കും. അച്ഛന്മാരെ അങ്ങനെ ഓർക്കാറില്ലല്ലോ അല്ലേ. ഓക്കെ, കിച്ചൺ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ലൈഫിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതുപോലെ എന്താണ്, ആ ഒരു വീട്ടില് സ്ത്രീയുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് കിച്ചണിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കിച്ചണെ സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു 4 ചുവരുകൾക്കുള്ളിൽ കിച്ചണിലൂടെ എങ്ങനെയാണ് സ്ത്രീകളെ തളച്ചിടുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വോക്കിലൂടെ കാണാൻ പറ്റും. ഓക്കെയാണ്. ഇനി നമുക്ക് റൈറ്ററിനെ പറ്റി പഠിക്കാം. CS ലക്ഷ്മി 1944 തമിഴ്നാട് ജനിക്കുന്നു. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ ഓഫ് ഫിക്ഷൻ ആണ്. ആദ്യത്തെ നോവൽ അന്തിമലൈ എന്ന് പറയുന്നൊരു വോക്കാണ്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് വൺ വേർഡിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. She is a feminist writer who focuses on the silence of women, their sexuality, love, space, their relationships and the struggles contained therein. ഓക്കെ, നമുക്ക് കമല സുരയ്യയൊക്കെ പോലെ പക്ഷെ കമല സുരയ്യയുടെ അത്രയും എക്സ്ട്രീം അത്ര അടിപൊളിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് മലയാളത്തിലെ കമല സുരയ്യ പോലെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഫീമെയിൽ സെക്ഷുവാലിറ്റിയെ പറ്റിയിട്ടൊക്കെ ഓപ്പൺലി സംസാരിക്കാനുള്ള ഒരു ധൈര്യം CS ലക്ഷ്മി കാണിക്കുന്നുണ്ട്. Her writings are full of gentle humor, wit and satire. ഓക്കെ, അപ്പം CS ലക്ഷ്മിയുടെ വർക്സിന്റെ ഒരു കോമൺ ഫീച്ചർ എന്തായിരിക്കും? ഹ്യൂമർ ഉണ്ടായിരിക്കും, വിറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ സറ്റയർ ആയിരിക്കും. ഓക്കെ, ഷീ ഈസ് എ കീൻ ഒബ്സർവർ ഓഫ് സൊസൈറ്റൽ നോംസ്, പവർ ഡൈനാമിക്സ് ഓഫ് സൊസൈറ്റി ആൻഡ് their patriarchal underpinnings. She raises doubts about these norms, questions them and challenges the yardstick set for women. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഈ സ്റ്റോറി തുടങ്ങുന്നത്, അല്ലെങ്കിൽ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് അജ്മീറിൽ താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വിമൻ, ആ സ്ത്രീകളെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ സൊസൈറ്റിയിലുള്ള, നോർത്ത് ഇന്ത്യയിലുള്ള എൻറ്റിയർ വിമൻ പോപ്പുലേഷന് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും. അതായത് ഒരു ഡേയുടെ ഭൂരിഭാഗം സമയം, മെജോറിറ്റി ഓഫ് ദ ടൈം ദേ ആർ സ്പെൻഡിങ് ഇൻ ദ കിച്ചൺ. അത് നമുക്കവിടെ കാണാൻ പറ്റും. ഞാൻ ഈ ഇടയ്ക്ക് എന്തൊരു മീം കണ്ടതാണ്. 10 മിനിറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, 10 മിനിറ്റ് നമ്മൾ ഫുഡ് കഴിക്കുള്ളൂ, ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ 5-6 മണിക്കൂർ നമ്മൾ കിച്ചണിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നൊരു സംഭവം ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ കിച്ചണിൽ കൺഫൈൻ ആയി പോവുകയാണ് ആ സ്ത്രീകൾ. ദ കൺഫൈൻമെൻറ്റ് ഈസ് ഓഫൺ അണ്ടർടേക്കൺ വില്ലിംഗ്ലി സിൻസ് നർച്ചറിങ് ഓഫ് ദ ഫാമിലി ഈസ് കൺസിഡേർഡ് ടു ബി ദ ചീഫ് ഡ്യൂട്ടി ഓഫ് വിമൻ ഇൻ അവർ സൊസൈറ്റി. അതായത് ഇത് കുട്ടിക്കാലം മുതലേ നമ്മുടെ ഉള്ളിൽ കണ്ടീഷൻ ചെയ്ത് വരികയാണ്. ഒരു ഫാമിലിയെ നേർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അപ്പോൾ സ്ത്രീ എന്താണ്, അമ്മയാണ്, സ്ത്രീ മറ്റേ എന്തൊക്കെയോ സംഭവങ്ങളാണ്, സ്ത്രീ ദേവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു സാധനം ഇൻജെക്ട് ചെയ്ത് തരികയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ കണ്ടീഷൻ ചെയ്യപ്പെടുകയാണ് സ്ത്രീകൾ. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സ്വയമേ ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ്, നമ്മുടെ ഡ്യൂട്ടി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ മീനാക്ഷി, ഞാൻ കാമാക്ഷി എന്നും ഈ ഒരു പേര് എവിടെയൊക്കെ കണ്ടു, മീനാക്ഷി എന്നും കണ്ടു. അപ്പോൾ അമ്പായി മീനാക്ഷി എന്ന് പറയുന്ന ആ ഒരു വീട്, ഒരു വലിയ വീടാണ് അജ്മീറിൽ. അവിടത്തേക്ക് വന്ന ഒരു യങ്ങസ്റ്റ് ആയിട്ടുള്ള ഡോട്ടർ ഇൻ ലോ ആണ് പുള്ളിക്കാരി മീനാക്ഷി. ഓക്കെ, അപ്പോൾ മീനാക്ഷി ഒരു സൗത്ത് ഇന്ത്യൻ പേഴ്സൺ ആണ്. അപ്പോൾ അജ്മീറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളൊന്നും അല്ല. അപ്പോൾ അവൾക്കത് അറിയില്ല. ഓക്കെ, അപ്പോൾ അവളുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഔട്ട്സൈഡർ ആയതുകൊണ്ട് തന്നെ ഷീ ഈസ് ഏബിൾ ടു ഒബ്സർവ് ദ ട്രഡീഷണൽ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഓഫ് എ ഹസ്ബൻഡ് കിഷൻ ക്രിട്ടിക്കലി. Here, the narrator's empowering marginality is juxtaposed to the marginality of the other women in the family. അപ്പോൾ അവൾ കല്യാണം കഴിച്ച് വരികയാണ്.
കല്യാണം കഴിച്ച് വരുമ്പോൾ നമ്മൾ നോർമലി എന്താണ് വിളക്കൊക്കെ കൊടുത്തല്ലേ സ്വീകരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ വിളക്കും കൊടുക്കും, കൂടെ ഒരു ഓയിൻമെൻറ്റ് കൊടുക്കും കാലിൽ പുരട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കിച്ചൺ ഒരു കുഞ്ഞു കോർണറിലുള്ളൊരു കിച്ചണാണ്. വീട് ഭയങ്കര മാൻഷൻ ബംഗ്ലാവ് ആണെങ്കിലും കിച്ചൺ ഭയങ്കര പരിതാപകരമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ പൊട്ടൽ, സിങ്ക്, ഇങ്ങനത്തെ പോലെ കാല് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ വരുമ്പോൾ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റ് കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ മരുമകളെ അവർ സ്വീകരിക്കുന്നത്. ഇൻസ്റ്റഡ് അവരെ കിച്ചൺ വൃത്തിയാക്കുക, റിപ്പയർ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ. In the Indian society, kitchen is an important segment of the house, which is the source of health and well-being of the people of the house. പക്ഷെ ഈ സ്റ്റോറിയിൽ കിച്ചൺ ഹൗസിൻ്റെ ബാക്കിലാണ്. അതുപോലെ വീടിൻ്റെ എല്ലാ സ്ഥലവും ഭയങ്കര അറ്റൻഷൻ കൊടുത്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു കിച്ചൺ മാത്രം നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ടു പോയി. ഈ നെഗ്ലിജൻസ് നമുക്ക് ആ വീട്ടിലെ സ്ത്രീകളുടെ റോളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? Ambai observes that their life encompasses the space kitchen and was woven around the activities related to kitchen. അപ്പോൾ അവർ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് വീട്ടിലുണ്ട്. കിച്ചണിനകത്ത് തന്നെ ഒരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് നമുക്കവിടെ കാണാൻ പറ്റും. അവർ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ആ കിച്ചണിലാണ്, ആ ഒരു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ. അപ്പോൾ അവിടെ അവരുടെ ഡ്രീംസ്, ഹോപ്സ്, മിസറീസ്, പിന്നെ സർവൈവൽ, അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റോറിയിൽ കിഷൻ്റെ അമ്മ ജിജി മാത എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിക്ക് ഒരു ഹാർട്ട് ഫെയിലിയർ ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് പോലും അവർ ചിന്തിക്കുന്നത് കിച്ചൺ, അവരുടെ മരണശേഷം കിച്ചൺ എന്തായിരിക്കും, അതൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരോട് ആ ഒരു കിച്ചൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. She even remembers a time when she single-handedly made food for the entire family. It shows how deeply they are connected with the space and idea of cooking. അതായത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, ആൾ കൂടി ഇരിക്കുമ്പോൾ നമ്മൾ തള്ളുമല്ലോ, നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇവർ പറയുന്ന തള്ളെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ഇത്ര പേർക്ക് ഫുഡ് ഉണ്ടാക്കി എന്നൊക്കെ ഉള്ളതാണ്. അപ്പം അവരുടെ ലോകം അവിടെ ഒതുങ്ങിപ്പോയി. അതുപോലെ ആ ഹൗസിലെ മൂത്ത ആളുടെ ഭാര്യ ആയിരിക്കും കിച്ചൻ്റെ ഒരു ക്വീൻ എന്ന് പറയുന്നത്. അതിന് ഇന്റേണൽ പൊളിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ആ ഒരു കിച്ചൺ നിയന്ത്രിക്കുന്നത് അവരാണ്. ഏത് ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആ ഒരു മൂത്ത ആളുടെ ഭാര്യയായിരിക്കും. ഈ ഒരു സ്റ്റോറിക്ക് 5 എപ്പിസോഡുണ്ട്. അപ്പം ആദ്യത്തെയും രണ്ടാമത്തെയും എപ്പിസോഡിൽ കാണിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയാണ്. ആ ഒരു സ്മോൾ സ്പേസിൽ അവർ പവറിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. ബിഗിനിങ്ങിൽ നമുക്ക് കാണാം ആ ഒരു വീട് റൂൾ ചെയ്യുന്നത് പാഡീജി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. പാഡീജി അല്ല, ഒരു അടുക്കള റോൾ ചെയ്യുന്നത് പാഡീജി ആണ്. ദ സ്റ്റെപ്പ് മദർ ഓഫ് പാപ്പാജി ആൻഡ് ദെൻ ഇറ്റ് വെന്റ് ടു ദ ഹാൻഡ്സ് ഓഫ് ജിജി. അപ്പം ആദ്യം പാഡീജിയുടെ കയ്യിലായിരുന്നു, പിന്നീട് അത് ജിജിയുടെ കയ്യിലേക്ക് പോയി. ശേഷം പാഡീജിയുടെ വൈഫായ ജിജിയുടെ കയ്യിലേക്ക് പോകുന്നുണ്ട്. ദേ വെയർ എ മാസ്ക് ഓഫ് പവർ ഓവർ ദ അതർ വിച്ച് ഇൻ റിയാലിറ്റി ബിലോങ്സ് ടു മാൻ, Papaji, the patriarchal power. Even the least suggestions given by women in the family had been considered as words of insult by authority Papaji. അതായത് സ്ത്രീകൾ എന്തെങ്കിലും ഒരു ചെറിയ സജഷൻ പറഞ്ഞാൽ പോലും ഇവിടെ പുരുഷന്മാരില്ലേ ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്, അപ്പം നിങ്ങളതിപ്പോൾ ആരാ സംസാരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത് അവർക്ക് എന്തോ ഒരു ഇൻസൾട്ടായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മീനാക്ഷി ഇതുപോലെ കിച്ചൻ്റെ കണ്ടീഷൻ ഭയങ്കര മോശമാണ്, അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇതാർക്കും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും അത് ഒരു ഇൻസൾട്ട് പോലെ കാണുകയാണ്. ഇവിടെ ഒരു പാപ്പാജി ഉണ്ടല്ലോ, അപ്പം ഈ വലിഞ്ഞു കയറി വന്ന പെണ്ണെന്നല്ല പറയാം, വലിഞ്ഞു കയറി വന്ന, സോറി ഞാൻ അങ്ങനെ പറഞ്ഞ് തെറ്റായിപ്പോയി, പക്ഷെ ഒരു പെണ്ണ് ആരാണ് പാപ്പാജിയോടൊരു സജഷൻ പറയാൻ, അങ്ങനെ ഒരു രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ അവളുടെ ഹസ്ബൻഡ് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പം അവൾ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് അതിൽ നെഗറ്റീവായി. അത്ര നാൾ വരെ അവർക്ക് ഒരു പുറകിലെ വ്യൂ ഒക്കെ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ ഈ സജഷൻ പറഞ്ഞതിന് ശേഷം അത് അവരിങ്ങനെ അശയുണ്ടല്ലോ, തുണി വിരിക്കുന്ന ആ അയ കെട്ടി മറയ്ക്കുകയാണ് ഉണ്ടായത്, ആ ബാക്കിലെ ഹിൽസൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു കുറച്ചുണ്ടായിരുന്ന ആശ്വാസം പോലും ആ ഒരു ഒപ്പീനിയൻ പറഞ്ഞതിൻ്റെ പേരിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരെ പേടിപ്പിച്ചും അവരുടെ ഒരു ആകെ ഉള്ള ആശ്വാസം വരെ എടുത്തു മാറ്റുകയും ചെയ്യുമ്പോൾ അവർ പിന്നീട് അതൊന്നും പറയില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇവർ പിന്തുടർന്ന് പോകുന്നത്. Yet the state of the kitchen remains unchanged, just like the lot of women in the family. Their shadowy figure symbolizes the illusions of the women life. ഇനി ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞില്ലേ, അതായത് സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ ഒരു ടെമ്പിളിൻ്റെ ടോപ്പിൽ
ഓക്കെ സോറി, ഒരു ബ്യൂട്ടിഫുൾ ഗ്രീൻ മൗണ്ടൻസും അതിൻ്റെ ടോപ്പിലൊരു ടെമ്പിളും കാണാൻ പറ്റും കിച്ചണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ക്ലോത്ത് ലൈൻ അയ ഉപയോഗിച്ച് അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൗണ്ടൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതൊരു തീമാണ്, സിമ്പിൾ ഓഫ് ലിബറേഷൻ ആൻഡ് പവർ ആണ്. അപ്പോൾ ഈ അയ കെട്ടി ഒരു ക്ലോത്ത് ലൈൻ കെട്ടി അത് മറയ്ക്കുന്നതിലൂടെ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ മീനാക്ഷിയുടെ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ അത് ഒന്നും കൂടെ അവർ അയ വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു ഫ്രീഡം ഒന്നും കൂടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ജോലിക്ക് പോകുന്ന എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീയുണ്ട്, വീണ മോസി. പക്ഷേ വീണ മോസിക്ക് പോലും അവിടെ ഒരു അധികാരമില്ല. ആ കിച്ചൺ ആരാണോ ഭരിക്കുന്നത് ആ സ്ത്രീക്കാണ് ആ കിച്ചണിൻ്റെ അധികാരം എന്ന് പറയുന്നത്. ഇക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആയ വീണ മോസിക്ക് പോലും അധികാരം ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓൾസോ ഈ പുള്ളിക്കാർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം എല്ലാം നോക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ. ഹസ്ബൻഡ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കാൻ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പരിപാടി ഉണ്ടല്ലോ, അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെയാണേ. ഇനി 4ാമത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും, ഈവൻ ഓൺ ദ ഡേ ഓഫ് പിക്നിക് ദ വിമൻ ഇൻവോൾവ് ദംസെൽഫ് ഇൻ ദ ആക്ട് ഓഫ് കുക്കിംഗ് ആൻഡ് ക്ലീനിങ്, ദേ ഫോർഗോട്ട് ടു എൻജോയ് ദ സീൻ. അതായത് ഒരു പിക്നിക്കിന് പോണ ദിവസം പോലും അവർക്ക് പണിയോട് പണിയാണ്. അവർക്ക് ആ ഒരു സീൻ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഒരു എന്താണ്, അവരുടെ ആ ഒരു ഹ്യൂമൈൻ ആയിട്ടുള്ള യാതൊരു എമ്പതിയും അവർക്ക് കിട്ടുന്നില്ല. എത്രയോ സ്ത്രീകളുടെ, കൗണ്ട്ലെസ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഇൻവിസിബിൾ ലേബറാണ്. ഇപ്പം എല്ലാവരും ചോദിക്കില്ലേ നിനക്ക് എന്താ ഇവിടെ പണി എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ ഇൻവിസിബിൾ ലേബറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി the proceedings of the picnic scene portray the third kind of women like Kusuma, who knowingly exile their selves and sacrifice their freedom and creativity to find social acceptance. അപ്പം സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വയമേ ഇതൊക്കെ സ്വീകരിക്കുന്ന സ്ത്രീകളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് കുസുമയെ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഒരു കിച്ചൺ ഉണ്ടല്ലോ, സ്മോൾ ഡാർക്ക് കിച്ചൺ, ആ കിച്ചൺ ആ വീട്ടിലെ ആൾക്കാർ, ജിജിയെ പോലുള്ള ആൾക്കാർ ഒരു സാങ്ചമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ സോഴ്സ് ഓഫ് പവർ ബട്ട് എ ബാരിയർ വിച്ച് വുമൺ നീഡ് ടു ഓവർകം ഇൻ ഓർഡർ ടു എഫേസ് ദെയർ സോഷ്യലി ജെൻഡേർഡ് ആൻഡ് ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റീസ്. ഇനി ഇതിനകത്ത് പുരുഷ കഥാപാത്രങ്ങളെ പറ്റി പറയാം, പാപ്പാജിയെ പറ്റി. അതായത് വീട്ടിലിപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ പാപ്പാജി പറയും വരൂ ആഹാരം കഴിച്ചിട്ട് പോകും എന്നൊക്കെ പറയും. അപ്പോൾ അവരിതൊരു പ്രസ്റ്റീജ് പോലെയാണ് കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർ പോയി പറയുമല്ലോ എനിക്ക് അവിടുന്ന് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഒരു പ്രസ്റ്റീജ്, പ്രൈഡ് പോലെ കാണുന്നത്. പക്ഷെ അതിനുവേണ്ടി പണിയെടുക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വീട്ടിൽ ഫുഡ് വോർ കാണാൻ പറ്റും. അതായത് ഈ കഥയിലെ പ്രൊട്ടാഗോണിസ്റ്റ് ഭാര്യ ജിജി ഒക്കെയാണ്. വെൻ ഗ്രാൻഡ് ഫാദർ വാസ് എലൈവ്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വീട് ഭരിക്കുന്നവരുടെ ഭാര്യമാരായിരിക്കും കിച്ചൺ ഭരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നപ്പോൾ ഭാര്യ ജിജി ആയിരുന്നു അവിടെ ഫുൾ അബ്സല്യൂട്ട്ലി ടിറൻഡ് ആയിരുന്നത്. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരൻ മരിച്ചപ്പോഴത്തേക്കും ആ ഒരു അവസരം ഇപ്പോഴത്തെ ജിജിയുടെ കയ്യിലേക്ക് മാറാൻ തുടങ്ങി. ഈ കിച്ചൺ അപ്പോൾ അതിലൂടെ നമുക്ക് ഈ സ്ത്രീകൾ തമ്മിലുള്ള ഒരു പവർ സ്ട്രഗിൾ പോലെ കാണാൻ പറ്റും. The fact that all women forget is that whatever authority the kitchen might provide to a woman it is operationally only till her husband alive. This authority that is they are so proud of is mock authority created by men, deceptive and unreal. Bari Gigi is the ruling queen of the kitchen till her husband is alive. She is one who decides what gets cooked and when. She is at a higher level in the kitchen hierarchy and only commands and supervises. Okay, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാരി ജിജി അവരുടെ ഹസ്ബൻഡ് എന്ന് വരെ ജീവിക്കുന്നു അന്ന് വരെ മാത്രമേ അവർക്ക് ഇവിടുത്തെ അധികാരമുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.